നമസ്കാരം. മിന്നും താരത്തിൻ്റെ വളരെ സുരക്ഷിതമായ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കാണുന്ന ആൾക്കാർക്ക് മൊത്തം ചിന്തിച്ചിട്ടുണ്ടാവും, എന്താണ് ഈ ആങ്കർ ഇങ്ങനെ ഈ ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇവിടെ വന്നേക്കണ? അത് ആങ്കർ ഇതാരാന്നറിയാൻ എനിക്കറിയില്ല. ഈ ഒരു വേറൊരാൾ മാസ്ക് ഒക്കെ വെച്ചിട്ട് നിൽക്കണമെന്ന് ആലോചിക്കും. സുരക്ഷിതത്വമാണ് ഏറ്റവും വലുത് എന്ന് തിരിച്ചറിയുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മലയാളികളുടെ മൊത്തത്തിലുള്ള വലിയൊരു പ്രത്യേകതയാണ്, എന്ത് ചടങ്ങുകൾ വന്നാൽ ആഘോഷങ്ങൾ വന്നു കഴിഞ്ഞാലും പരസ്പരം ഹഗ് ചെയ്യുക, പരസ്പരം കൈകൾ കൊടുക്കുക. പക്ഷേ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് നമ്മൾ ആ ശീലങ്ങൾ പാടെ അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഉദാഹരണം വേറൊന്നുമല്ല, ഈ കൊറോണ എന്ന് പറയുന്നൊരു വലിയ വില്ലൻ. നമ്മൾക്ക് ഇത്രയും നാളും നമ്മളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊറോണ അമേരിക്കയിലാണ്, കൊറോണ എന്താ പറയുക അന്റാർട്ടിക്കയിലാണ്, കൊറോണ ദുബായിലാണ്, കൊറോണ ബോംബെയിലാണ്, കൊറോണ എന്താ പറയുക ചെന്നൈയിലാണ്, കൊറോണ ഇപ്പോൾ കേരളത്തിലാണ്, ആലപ്പുഴയിലാണ്, എറണാകുളത്താണ്. കൊറോണയോട് കൊറോണ നമ്മളുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ് എന്നൊരിക്കലും പറയാനാവാത്ത ഒരു രോഗമാണ്. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും കാറ്റിലൂടെ വരെയൊക്കെ കൊറോണ വരുമെന്നൊക്കെയാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക. ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ, കാരണം മിന്നും താരത്തിൻ്റെ എല്ലാ എപ്പിസോഡുകളിലും നിങ്ങൾക്ക് ചിരിക്കാനുള്ള നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് എത്തുന്ന ഞങ്ങൾ ഇന്ന് കുറച്ച് വിനോദവും അതിലേറെ അറിവുമായിട്ടാണ് എത്തിയിട്ടുള്ളതെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും മിന്നും താരത്തിൻ്റെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് വളരെ വിനയത്തോടെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇത് കുറേ നേരമായിട്ട് വന്ന് പിന്നീട് കുറേ നേരമായിട്ട് സംസാരിക്കുന്നുണ്ട്. മാസ്ക് വെക്കണം, പിന്നെ സാമൂഹിക അകലം പാലിക്കണം, ഇതെല്ലാം പറയുന്നുണ്ട്. സാനിറ്റൈസർ തൂത്തായിരുന്നോ? സാനിറ്റൈസർ ഞാൻ വന്നപ്പോൾ തൂത്തായിരുന്നു. അങ്ങനെ നമ്മുടെ കൈ വേണം ഈ സാധനം, ഇത് കയ്യിൽ സൂക്ഷിക്കണം. പിന്നെ ഒന്ന് ചേട്ടൻ ഇച്ചിരി സാനിറ്റൈസർ മതി 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 അടിച്ചു പോത്ത്. സാനിറ്റൈസർ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാ പിന്നെ നമ്മുടെ ആളുകളെല്ലാം ഇപ്പൊ ഉദാഹരണത്തിന് കയ്യിലുള്ള അഴുക്കൊക്കെ ഇളകണ കണ്ട, അത് തന്നെ കേസ് കെട്ട് ആണല്ലേ? പിന്നെ സാനിറ്റൈസർ ആണത് സോപ്പും പതയാണ്? അല്ലല്ലോ, സാനിറ്റൈസർ തന്നെ ആണല്ലേ? അപ്പോൾ കയ്യിലുള്ള അണുക്കളൊക്കെ പോകും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൈകൾ നമ്മൾ വിമുക്തമാക്കിയതിന് ശേഷം നമ്മൾ കണ്ണിലോ അങ്ങനെ ഒന്നും തൊടാതിരിക്കുക. കാരണം എത്രയൊക്കെ നമ്മൾ കൈകൾ ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും നമ്മളുടെ കയ്യിലൊക്കെ എന്തെങ്കിലുമായിട്ട് ചെറിയ ചെറിയ കൊറോണ പ്രശ്നങ്ങൾ, അതിൻ്റെ രോഗാണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത എന്താ പറയുക ആരോഗ്യപരമായിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വല്ലാത്തൊരു ലോകത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ അയൽവക്കക്കാരനെ കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. വിനു ഇത് വെച്ചിട്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ. രസമുണ്ടെന്ന് പറഞ്ഞാൽ കളറുമായിട്ട് മാച്ച് ചെയ്യും. പിന്നെ കുറെ പേരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. എങ്ങനെ? നമ്മൾ പലിശക്ക് കാശ് എടുത്തിട്ടുള്ള ആളാണോ? അതെ, ഞാൻ ബുദ്ധിമുട്ടുണ്ടോ? അത്യാവശ്യമുണ്ട്. കാരണം ഈ കോവിഡിന്റെ പ്രശ്നം കാരണം വർക്ക് നടക്കുന്നില്ല. അങ്ങനെയുള്ളത് കൊണ്ട് കുറച്ച് പിന്നെ ഞാൻ 1-2 പേരുടെ പലിശക്ക് പൈസ എടുത്തിട്ടുണ്ട്. ബിനു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അതെ, ജോബി സൗണ്ട് എന്ന് പറഞ്ഞൊരു അവിടെ ഒരു പലിശക്കാരുണ്ട്. അപ്പൊ പുള്ളി 1-2 പ്രാവശ്യം എന്നെ പിടിച്ചില്ല. കാരണം ഈ മാസ്ക് വെച്ചിട്ട് ആരാണ് കാശ് പിടിച്ചത് അറിയത്തില്ല. നേരെ മറിച്ച് മാസ്ക് ഇല്ലായിരുന്നെങ്കിൽ അന്നേരം അറസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ കുറെ പിന്നെ നേട്ടങ്ങൾ. പിന്നെ വേറെ ആരുടെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞില്ല, മേടിച്ച പൈസ കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല. എന്നാൽ പോലും നമ്മുടെ ഈ സമയത്ത് അവൻ ചോദിക്കത്തുമില്ല. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച 10,000 രൂപ തിരിച്ചു തരും. അത് പലിശക്കല്ലോ, അത് വായ്പയായിട്ട് മേടിച്ചതല്ലേ. വായ്പയാണെങ്കിൽ തിരിച്ചു തരണ്ടേ? എനിക്ക് പൈസക്ക് ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ വേറൊരു മാസ്ക് കൂടെ മേടിച്ചു നോക്കാന്നല്ലേ? ഒരു മാസ്ക് കൂടെ ഇടേണ്ടി വരും, കണ്ണിന് പറ്റിയത്. അങ്ങനെ അപ്പൊ മുഖം മൊത്തം പറഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ലല്ലോ. വേറെ സത്യസന്ധമായ കാര്യമുണ്ട്. ഇത്രയും സ്ഥലത്ത് ഇത്തിരി മാസ്ക് ധരിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും മടി കാണിക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ മൂടേണ്ടി വരും. അതെ, നമ്മൾ ഇച്ചിരി മറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാം. അല്ലെങ്കിൽ മൊത്തം മറച്ച് നമുക്ക് ജീവിക്കാൻ പറ്റിയല്ല. അതാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ, പക്ഷേ രസകരമായ ഒരു കാര്യം, ഈ പല ആൾക്കാരും മാസ്ക് വെക്കുന്ന നമ്മൾ സോഷ്യൽ മീഡിയ കാണും. പല ആൾക്കാർ, ചില ആൾക്കാർ എവിടെയൊക്കെ ഞാൻ നമ്മുടെ അപ്പുറത്തെ ചേട്ടൻ നെറ്റിക്കൊക്കെ വെച്ചിട്ട് പോകും സൈക്കിളെ. മൂക്കിലും വായിലൊന്നും ഇല്ല, ഇത് നെറ്റിക്ക് വെച്ചിട്ട് സൈക്കിളെ ചുമ്മാ ഇറങ്ങി കിടക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിക്കുന്ന നെറ്റിയിൽ വെയിലടിക്കാതിരിക്കാനുള്ള സാധനമാണ് മാസ്ക് എന്നുള്ളതാണ്. എന്താ അതാ ബ്യൂറേജിലൊക്കെ ചെന്ന് കഴിയുന്ന ഒരു സാമൂഹിക അകലം അവിടെ പാലിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് എന്തിനാണ് ഇങ്ങനെ ഇത് മേടിച്ചത്? ആവശ്യത്തിന് കഴിക്കുന്നവരുണ്ടാവും, നമ്മൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കില്ല. നിങ്ങൾ സുരക്ഷിതരായിട്ട് കഴിക്കൂ, അത്രേ ഉള്ളൂ, അല്ലേ? അത് എങ്ങനെയാണ് ബീവറേജിലെ അനുഭവം എന്തായിരുന്നു ചെന്നപ്പോൾ കണ്ടത്? ബീവറേജിലെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൂട്ടം കൂടിയാണ് നിൽക്കുന്നത്. ഒരു സാമൂഹിക അകലവും ഇല്ല, 2 മീറ്റർ ഒന്നും അകലം പാലിച്ചു അങ്ങനെയൊന്നും ഇല്ല. ഒരു നമ്മളങ്ങനെ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എന്ന് പറയുന്ന വ്യക്തി. കാരണം നമ്മൾ മദ്യം കഴിക്കാറുമില്ല. എന്നാൽ പോലും ഇവര് കഴിക്കുന്നവർ കഴിച്ചോട്ടെ, നമ്മളവരെ നിങ്ങൾ കഴിക്കണം അല്ലെങ്കിൽ അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കുകയല്ല. എന്നാൽ പോലും അവര് ഈ അവസ്ഥ വന്ന് അവർ മനസ്സിലാക്കി പെരുമാറിയാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആവശ്യമില്ലാതെ ഒരു തുപ്പ്, ഒരു മൂക്ക് ചീറ്റ്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഇങ്ങനെ മൂക്ക് ചീറ്റി കൊണ്ട് തന്നെ നടക്കും. ആളെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഇപ്പൊ പിന്നെ വേറെ കാര്യമുണ്ട്, മൂക്കിയിട്ടല്ലോ അറിയത്തില്ല. കാരണം മാസ്കിനകത്ത് കിടന്നുള്ള ഊരിയായിട്ടല്ലേ അറിയത്തുള്ളൂ. അതേ മാസ്ക് തന്നെ വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം നടക്കുന്നത്. ഞാൻ വെക്കുന്ന അതാണ്, ഇവനത് തിരിച്ചു വെക്കുന്നേ ഉള്ളൂ. അപ്പൊ അതുപോലെ നമ്മുടെ സുഹൃത്ത് അങ്ങനെ ഒരുപാട് പേര് ഈ തീർച്ചയായിട്ടും ഇതിനകത്ത്
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാസ്കുകൾ 2 മാസമൊക്കെ കഴുകാതെ ഒരു മാസ്ക് വെച്ചൊരു അമ്മാവൻ എനിക്കറിയാം. അത് സഹിക്കാൻ പറ്റൂ. അതെ അതെ. അപ്പൊ ഇതെല്ലാം കഴുകി കൃത്യമായിട്ട് 4-5 മാസ്ക് മേടിച്ചാൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലല്ലോ ഒരു ദിവസം കൂടുമ്പോഴെങ്കിലും ഒക്കെ ഒന്ന് അണുവിമുക്തമാക്കി അത് ഉപയോഗിക്കാൻ പറ്റിയാലും നമുക്ക് ഇല്ലെങ്കിൽ അതിന്റെ പ്രയോജനം ഇല്ലാതെ ഇപ്പൊ ഇതുപോലെ തന്നെ ഇത് 2 ആഴ്ച കണ്ടായി വെച്ചിട്ടല്ലേ? സത്യമുള്ള കാര്യം തുറന്നു. ഒരു മാസമായിട്ടുള്ളൂ. എന്നിട്ടാണ് എന്റെ അടുത്ത് വന്നിട്ട് എനിക്കിത് പകർത്താൻ നോക്കുന്നത്. ഇല്ല, നമുക്ക് അങ്ങനെ കൊറോണ പകരത്തില്ല. അതെന്താ കാരണം? ഞാൻ സാനിറ്റൈസർ കുത്തിട്ടുണ്ട്. അതിന് കയ്യിലല്ലോ കുത്തേക്കണം, വായിലല്ലോ. അപ്പൊ മാസ്ക് വെച്ചേക്കുന്നത് 10,000 രൂപ അത് വരാതിരിക്കാനല്ലേ മാസ്ക് വെച്ചേക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും നമ്മളുടെ എന്താ പറയാ ഇന്നത്തെ മിന്നന്താരം ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങൾ എന്താണ് ഇത്ര സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് ഇത് പറയാൻ കാരണം. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് നമ്മൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി മൂലം നമ്മളിൽ നിന്ന് വേർപെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര്. നമ്മളുടെ കുടുംബങ്ങളിലേക്ക് ഒരിക്കലും ഇത്തരമൊരു മഹാവ്യാധി, ഈ ഒരു ആപത്ത് വരാതിരിക്കട്ടെ എന്ന് നമ്മൾ എല്ലാവരും കെയർ ചെയ്ത് തന്നെ വേണം. തീർച്ചയായും അല്ലേ? കാരണം നമ്മൾക്ക് ഒരാൾക്ക് വന്നാൽ മതി, ബാക്കിയുള്ള നമ്മളായിട്ട് പകർന്നു പോകുമല്ലോ. നമ്മളായിട്ടല്ല, ബിനുവായിട്ട്. അല്ല ഇപ്പൊ എനിക്ക് വന്നു കഴിഞ്ഞാൽ വിനീതിന് വരും, ഉറപ്പാണ്. അതെന്താ? നമ്മള് ഒന്നിച്ചാണല്ലോ നിൽക്കുന്നത്. അങ്ങനെ അതുപോലെ ഡയറക്ടർ സാറ് അങ്ങനെ എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കുക. പിന്നെ ഇതിന്റെ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ക് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ സമയങ്ങളിൽ പല ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ മാസ്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് പേര് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ കാമുകന്മാര് ബൈക്കിൽ പോകും. അതെ അതെ, അത് കാരണം കുറെ പെൺപിള്ളേര് ആപത്താണ്. അതെ അതെ, അല്ല കുറെ പെൺപിള്ളേർ കാമുകന്മാര് കുറെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പല അപകടഘട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു ചന്ദ്രചേട്ടന്റെ മകളുണ്ട്. ചന്ദ്രചേട്ടന്റെ കടയുടെ വാതിക്കൽ പുള്ളി ബീഡി മേടിച്ചിരിക്കുമ്പോൾ മകളടി ഒളിച്ചോടി പോയി. കാരണം ഈ മാസ്ക് വെച്ച് പറ്റത്തില്ല, പുള്ളി അറിഞ്ഞില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അത് ആ രീതിയിൽ ഉപയോഗിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾ അങ്ങനെ ദുരുപയോഗം ചെയ്യരുത്. നമ്മുടെ ജീവിത സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് മാസ്ക്, അല്ലാതെ ഒളിച്ചോടാൻ വേണ്ടിയിട്ടല്ല, ഒരിക്കലുമല്ല. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഈ മാസ്ക് വരുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന വേറൊരു പരിപാടിയായിരുന്നു ഷോൾ എടുക്കുക. ഈ ഷോൾ എടുത്ത് ഇങ്ങനെ ചുറ്റിക്കിട്ട് 2 കണ്ണ് മാത്രം വെളിയിൽ കാണാം, ഒരുമാതിരി അല്ലേ? അതെ അതെ, അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. വിനീത് പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ബിനുവിന് ഒരു ദിവസം അങ്ങനെ കൊണ്ടുപോയി. എന്റെ പരിപാടി പൊളിഞ്ഞപ്പോ കമ്മിറ്റിക്കാർ പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ തലയിലൊക്കെ ഇത് വെച്ച് ഇവന്റെ 2 കണ്ണ് മാത്രം വെളിയിൽ കണ്ടല്ലോ, അത് കാരണം കമ്മിറ്റിക്കാർ തല്ലാതെ രക്ഷപ്പെടുത്തി. ബിനു ശരിക്കും എനിക്ക് ഓർമ്മ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. തിരിച്ചു നോക്കരുത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഷൂട്ടിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു അനിയൻ അസ്ലം എന്ന് പറയുന്ന നമ്മുടെ ഒരു അനിയനുണ്ട്, ക്യാമറമാനാണ്. അപ്പൊ അവനിങ്ങനെ എൻ്റെ അടുത്തേക്ക് കൊണ്ട് ചോദിച്ചു, ചേട്ടാ ഞാനിനി മാസ്ക് ഊരട്ടെ. ഞാൻ പറഞ്ഞു എന്താണ് അതിൻ്റെ കാര്യം? ഇത് വെച്ചിട്ട് ഭയങ്കര അസ്വസ്ഥത. അവൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. കാരണം ഇതിങ്ങനെ വെക്കും തോറും ചിലപ്പോൾ നമുക്ക് ശ്വാസം എടുക്കാനുള്ള അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും. പക്ഷെ ഇത് വെച്ച് നമ്മൾ സുരക്ഷിതരാണെങ്കിൽ ഈ ചെറിയ അസ്വസ്ഥത നമുക്ക് വലിയ അസ്വസ്ഥതയിലേക്ക് പോവില്ല. കാരണം കൊറോണ എന്ന് പറയുമ്പോഴത്തേക്കിന് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നവർ പറയുക നമ്മുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന പോലെ ഒരു ശ്വാസം എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അത്ര അനുഭവങ്ങൾ കേട്ടിട്ടുണ്ടോ പിന്നെ? തീർച്ചയായും. എന്താണ് അങ്ങനത്തെ ഒരു അനുഭവം? ശ്വാസം കിട്ടത്തില്ല. ശ്വാസം കിട്ടത്തില്ലെന്ന് പറയുന്നത് ഭയങ്കര തൊണ്ടവേദന, ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചത്, ഞാൻ അറിഞ്ഞതുമായിട്ടുള്ള. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ തരണം ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. അപ്പൊ തൽക്കാലം നമുക്ക് നമ്മുടെ എപ്പിസോഡിന്റെ കുറച്ച് തമാശയൊക്കെ വേണമല്ലോ. പിന്നെ മാസ്ക് ഒന്ന് തൽക്കാലം മാറ്റി വെച്ചാലോ? തീർച്ചയായും. ഒരു കളയരുത്, ഒരു പോക്കറ്റ് വെച്ചേക്കണം. ഒരു കളയരുത്, ഒരു പോക്കറ്റ് വെക്കണമെന്ന്. അപ്പൊ ഞാൻ മാറ്റട്ടെ? തീർച്ചയായും. അത് ബിനു മാറ്റിക്കേ. അല്ല അത് ബിനു മാറ്റിയ ഒരു സംഭവം ഉണ്ട്. ഒന്ന് മാറ്റി ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി 2 കൽപ്പിച്ച് മാസ്ക് മാറ്റിക്കോ. മണമൊക്കെ അറിയുന്നുണ്ടോ? രുചിയൊക്കെ അറിയുന്നുണ്ടോ? ഇവിടുത്തെ മണമൊക്കെ കിട്ടുന്നുണ്ടോ? ഭാഗ്യവന് കൊറോണ അല്ല. ഓക്കെ, ഞാനും ഇത് മാറ്റി. അപ്പൊ ഇതാണ് എന്റെ സുന്ദരമായ മുഖം. മാസ്ക് വെക്കുന്നതായിരിക്കും നല്ലത്. അല്ല, മാസ്ക് വെക്കുന്നതായിരുന്നു നല്ലത്. മാസ്ക് എന്ന് പറഞ്ഞാൽ സോറി മാസ്ക്. ഞാൻ ഒരാളെ കളിയാക്കിയാണ് എനിക്ക് അങ്ങനെ വന്നത്. അല്ലാതെ അങ്ങനെ കളിയാക്കല്ല. നമ്മുടെ എന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നൊരു ചേട്ടൻ പറയണത് മാക്സി വെക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ കളിയാക്കി അതെനിക്ക് കിട്ടി. അതിപ്പോ ഇവിടെ വെള്ളി വീണ്. അപ്പൊ അത് പറഞ്ഞ കാരണം ഞാൻ അടിക്കാൻ വെച്ചിട്ട് കൗണ്ടർ പോയി. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസ്കിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ മാസ്ക്, ഈ തുണിയുടെ തരം മാസ്കുകളുണ്ട്, ചിലപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ മാസ്ക് ഉണ്ട്. നമ്മുടെ പ്രിയയുടെ ബോബി ചെമ്മണ്ണൂർ സാർ വെച്ചിരിക്കുന്ന പുള്ളിയുടെ തന്നെ കിറിയുടെ ഇത്രയും ഭാഗം വെട്ടിയിട്ട് അതേ ചിരിയുള്ള മാസ്കാണ്. മാസ്ക് പല രീതിയിലുണ്ട്. പക്ഷെ സർജിക്കൽ മാസ്കുകളൊക്കെ ഉപയോഗിക്കുന്നവര് ഒരു മാസ്ക് അല്ലാതെ 2 മാസ്ക് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഡബിൾ മാസ്ക്. രണ്ടാമത്തെ കൊറോണയുടെ വരവെന്ന് പറഞ്ഞാൽ വളരെ പഠനങ്ങൾ പറയുന്നത് അതാണ് വളരെ പ്രശ്നങ്ങളുള്ള ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 മാസ്ക് വെച്ച് വേണം നമ്മളെല്ലാവരും സുരക്ഷയായിട്ടിരിക്കാൻ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, 2 മാസ്ക് വെക്കാൻ പറഞ്ഞിട്ട് ഒരെണ്ണം നെറ്റിക്കും വെച്ച്
ഒരെണ്ണം വായിലും മൂക്കിൽ കൂടെ വെച്ചിട്ടുണ്ട്. ഇനി എവിടെ വെക്കണ്ടെന്നാണ് ചേട്ടൻ ചോദിക്കുന്നത്. ഇനി ഞാൻ 5-6 മാസം പഠിക്കും. കൈയുടെ മുട്ടിൽ കൈയുടെ ഇവിടെയൊക്കെ ഞാൻ മേടിച്ച് വെക്കുന്ന ചേട്ടൻ പറയണ കേട്ട് പോലീസ്. കൈയുടെ ജോയിന്റ് തന്നെ വേദനയായിരിക്കും പുള്ളിയുടെ. അതെ, അതിന് ടൈറ്റ് ആയിട്ട് ഇരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ മാസ്ക് വെക്കുന്നതിന് യാതൊരു മടിയില്ലാത്തവരുണ്ട്. അതെ, ഒരു വിഭാഗം ആൾക്കാർക്ക് മാസ്ക് വെക്കുന്നതിന് യാതൊരു മടിയില്ല. പക്ഷെ അത് എങ്ങനെയുള്ള സ്ഥലത്താണെന്ന് അറിയാവോ? നിങ്ങളുടെ സ്ഥലത്താ ഈ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ പൊതുയോഗങ്ങളിലൊക്കെയാണ്. രാഷ്ട്രീയക്കാരുടെ പൊതുയോഗങ്ങളിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകരുതല്ലോ. ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചേ, മന്ത്രി എന്തെങ്കിലും ചോദിച്ചേ, എന്തെങ്കിലും കാര്യം ചോദിച്ചേ. സാറേ, നമ്മുടെ പിന്നെ പാലത്തിന്റെ കേസ് കേട്ട് നമ്മളത് അതിന്റെ പേപ്പർ നീങ്ങിയെന്നാ പറഞ്ഞത്. എന്തോ അടുത്ത ചോദിച്ചോ. പിന്നെ ഉള്ളത് പറഞ്ഞാ നമ്മുടെ ചെറുക്കന്റെ കേസ് സ്റ്റേഷനിലവിടെ അറസ്റ്റ് ചെയ്തായിരുന്നല്ലോ. അപ്പൊ അത് നമുക്കത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിലൊന്ന് പയ്യനെ പുറത്തിറക്കാനായിട്ട് എന്തെങ്കിലും മാർഗം? അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഒന്നും മനസ്സിലാവില്ല. രാഷ്ട്രീയക്കാരോട് ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, സാറേ നമ്മുടെ പാലത്തിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാസ്ക് വെച്ചുകൊണ്ട് ഒരു പകുതി വിഴുങ്ങി വർത്താനം പറയാൻ നമുക്ക് കിട്ടത്തില്ല. രാഷ്ട്രീയക്കാരെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും രസകരമായ ഒരു കാര്യമുണ്ട്. ചില രാഷ്ട്രീയക്കാർ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ നിരൂപകരൊക്കെ ചാനൽ ചർച്ചയിലൊക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ വളരെ കൃത്യമായിട്ട് ചിലവർ മാത്രം ഇങ്ങനെ താത്തി വർത്തമാനം പറയുന്ന രാഷ്ട്രീയക്കാർ ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്. ഇതിൽ ഇങ്ങനെ വെച്ച് പറയുന്നവരുണ്ട്. പക്ഷെ ഇങ്ങനെ വെച്ചും മെയിനായിട്ടുള്ള രാഷ്ട്രീയക്കാർ പറയുമ്പോൾ കൂടെ നിൽക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും ടിവിയുടെ മുമ്പിൽ വരണമെന്നും പറഞ്ഞത് ഇങ്ങനെ നിൽക്കും. അവരുടെ ഫിഗർ തന്നെ എന്നുള്ളതാണ്. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ മാസ്ക് ഉപയോഗിക്കുന്ന ഒരേ ഒരാൾ മാത്രമാണ്. ആരാന്നറിയാവോ? കേരള രാഷ്ട്രീയത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? മുരളീധരൻ സാറ്. പുള്ളി എങ്ങനെ മാസ്ക് വെക്കണമെന്ന് അറിയാമോ? എന്തെങ്കിലും ഒന്ന് ചോദിച്ചേ. ഞാനാണ് മുരളീധരൻ സാറെന്ന് ചിന്തിക്കുക. പുള്ളി എങ്ങനെ മാസ്ക് ഉപയോഗിക്കുമെന്ന് കാണിച്ചു. എന്തായാലും ചോദിച്ചേ. സാറേ, ഞാൻ ചാനലിൽ നിന്ന് വരികയാണ്. നമസ്കാരം. കട തുറക്കുന്ന പോലെ തുറക്കുന്ന ഉത്തരം പറയുന്നു നടക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയക്കാർ വളരെ ഇതാണ്. പക്ഷേ രാഷ്ട്രീയക്കാർ പറഞ്ഞാലും ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞാലും കലാകാരന്മാർ പറഞ്ഞാലും ഒരു കൂട്ടം ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരു സത്യസന്ധമായിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഈ മദ്യപിക്കുന്ന ഏട്ടന്മാർ തന്നെയാണ്. അവർ യാതൊരുവിധ സാമൂഹിക അകലവും പാലിക്കാതെ വളരെ അപകടമായ രീതിയിൽ ഒരു ഗ്ലാസ്സിൽ മദ്യപിക്കുന്നത് പോലും പ്രശ്നമാണ്. ഞാനിത് പറഞ്ഞപ്പോൾ ബിനുവിന്റെ കണ്ണ് നിറയാൻ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കണ്ണ് നിറഞ്ഞില്ലേ? എന്താ കാര്യം? അല്ല, ഇങ്ങനെയൊക്കെ ഇവർ ചെയ്ത് കൂട്ടുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ പറഞ്ഞ മദ്യം എന്ന് പറഞ്ഞൊരു കാര്യം കൊടുത്തിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു ചേട്ടനുണ്ട്, ചന്ദ്രൻ ചേട്ടൻ എന്നാ പുള്ളിയുടെ പേര്. പുള്ളിക്ക് വാറ്റിന്റെ പരിപാടിയായിരുന്നു. പുള്ളി കൊറോണ സമയത്ത് വാറ്റും പരിപാടിയൊക്കെ നടത്തുമല്ലോ. ഇപ്പൊ ഇത് മദ്യം കിട്ടാതായപ്പോൾ കുറെ ആൾക്കാർ പുള്ളിയുടെ അടുത്ത് കൊണ്ട് ചോദിച്ചു, ചേട്ടാ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടോ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതൊക്കെ റെഡിയാക്കാം എന്ന് പറഞ്ഞ സമയത്ത് അവിടുത്തെ പഞ്ചായത്തിൽ ചേച്ചി വന്നിട്ട് പറഞ്ഞു, സാനിറ്റൈസർ ഇവിടെ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനുള്ളൊരു വഴിയുണ്ട്, അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ചേർത്താൽ മതി എന്ന് പറഞ്ഞ് പുള്ളി ഇതെല്ലാം കേട്ടിട്ട് പുള്ളി നേരെ ശർക്കര ഇട്ട് മാറ്റി. പോലീസ് വന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഈ സ്പിരിറ്റ് അല്ലേ എന്തായാലും അതുകൊണ്ട് മാറ്റി. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു മാസ്ക് ഞാൻ വെച്ചോട്ടെ. തീർച്ചയായും നമ്മുടെ കോമഡിയുടെ എപ്പിസോഡിലേക്ക് നമ്മൾ പോകുമ്പോൾ എനിക്ക് ബിനുവിനോട് ചോദിക്കാനുള്ളൊരു കാര്യം, നിങ്ങളുടെ നാട്ടിൽ ഈ കൊറോണ വന്നതിന് ശേഷമുള്ളൊരു രസകരമായ അനുഭവം പറയാൻ പറ്റും? രസകരമെന്ന് പറഞ്ഞാൽ ഒരു ചേട്ടൻ പലചരക്കട വന്ന സാധനം മേടിക്കാണ്ട് വന്ന് പുള്ളിക്കാരൻ നേരെ വന്ന് മാസ്ക് മാറ്റി. അപ്പൊ കടയിൽ റോഡ് സൈഡിൽ തന്നെ നിൽക്കുക, റോഡ് സൈഡിലെ കട. അതുകൊണ്ട് കയറാനുള്ള പരിപാടിയിലാണ് പുള്ളി നേരെ മാസ്ക് ഒക്കെ താത്തി. പിന്നെ പുള്ളിയുടെ കൂട്ടുകാരെ കണ്ട് പുരാണമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നപ്പോഴാണ് ജീപ്പ് വന്നത്. ജീപ്പ് വന്ന ഉടനെ പുള്ളി ഇത് തപ്പി മാന്തി വലിച്ച് കണ്ണെ കൊണ്ടേ പുള്ളി വെച്ച്, മൂക്കിന്റെ അവിടെ നിന്ന് വായുടെ അവിടെ നിന്നൊക്കെ പോയി നേരെ കൊണ്ട് കണ്ണിനെ കൊണ്ട് വെച്ച് വലിച്ച് താത്തി പിന്നെ കൊണ്ടേ വെച്ച്. എന്താ സാറേ വിശേഷമൊന്നും പോലീസിനോട് ചോദിച്ചു. പോലീസുകാർ താനെന്താ മാസ്ക് ധരിക്കാൻ ചെയ്തു? അത് ഞാൻ വെച്ചായിരുന്നല്ല. അവിടെ പോലീസുകാരൊക്കെ തട്ടിക്കറാൻ തുടങ്ങി. ഞാൻ മാസ്ക് വെച്ചിട്ടാണ് വന്നത്, മാസ്ക് വെച്ചിട്ടാണ് നിന്നത്. താനിപ്പോ ഉരി ഞങ്ങൾ കണ്ടാ കൊണ്ട് തന്റെ കൊണ്ട് ജീപ്പ് നിർത്തിയത്, താനത്തെ വെക്കാൻ അതാണ്. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് തുപ്പാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാസ്ക് ഊരിയത്. അപ്പൊ അതിന്റെ 500-ഉം ഇതിന്റെ 500-ഉം മൊത്തം 1000 രൂപ പറ്റി എഴുതി കൊടുത്തു. പൊതു ഇടങ്ങളിൽ തുപ്പുക എന്ന് പറയുന്നതും കൂടെ നമ്മൾ നിരോധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ മര്യാദപൂർവ്വം പെരുമാറുന്ന ആൾക്കാരാണ് അവിടെ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? പരിപാടികൾക്ക് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ഒരു സംസ്കാരം, അവരുടെ ഒരു പെരുമാറ്റം രീതികൾ, കുറച്ചൊക്കെ അത്തരം രീതികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ, സാമൂഹികമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും നമുക്ക് ഒഴിവാക്കി പോകാവുന്നതേ ഉള്ളൂ. നമ്മുടെ അവിടെ ഒരു ചേട്ടനടുത്ത് പോലീസുകാരൻ അവിടുത്തെ വിളിച്ചു പറഞ്ഞിട്ട് പോയി, ഇവിടെ നിങ്ങൾ കട ഏകദേശം പകുതി വരെ പ്രവർത്തിക്കാവൂ, പകുതി സമയം വരെ പ്രവർത്തിക്കാവൂ എന്നുള്ള സംഭവം പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണിക്ക് കട തുറക്കുക, 12 മണിക്ക് കട ഇതാക്കുക, അപ്പോൾ പകുതി മാത്രമേ കട പ്രവർത്തിക്കാവെന്ന് പറഞ്ഞു. പുള്ളി 10 മണി മുതൽ 12 മണി വരെ കടയുടെ നമ്മുടെ ഷട്ടർ ഇത്ര ഇട്ടു, 12 മണി കഴിഞ്ഞിട്ട് കടയുടെ താഴത്ത് കൂടി സാധനം കൊടുത്തു. അമ്മാതിരി ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള ചില ആൾക്കാർ. പക്ഷേ ശരിക്കും പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു വലിയ വിപത്തിനെ നമുക്ക് തടുക്കാനായിട്ട് നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തന്നെയാണ്, ഓരോരുത്തരും തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ബിനു, നമ്മളുടെ ഈ യാത്രകളിൽ
യാത്രകൾ പരമാവധി ഒഴിവാക്കുന്ന കാര്യമല്ലേ? ഒരു കാര്യമില്ലാണ്ട് ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട്, ഒരു കാര്യവുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കാക്കിൽ പച്ചമുളക് മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നത് വീട്ടിൽ നിന്ന്. എന്തിനാണ്? കുട്ടികളുള്ള വീട്ടിലെ കാരണവന്മാരൊക്കെ ആണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം. അതെ, കാരണം അവരൊന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇതിന് വലിയ ആക്കരുത്. അയൽപക്കത്ത് പോലും പോയിക്കൂടാ. കാരണം ആ ഒരു സ്നേഹം വേണ്ടെന്ന് വെച്ചാൽ പോരാ. ഈ ഒരു സമയത്ത് ഒരു കല്യാണം കൂടാൻ പോകില്ലെന്നും പറഞ്ഞ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാണുന്ന പ്രേക്ഷകരും എല്ലാം അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുള്ളവരാണ്, കൃത്യമായിട്ട് ചിന്തിക്കുന്നവരാണ്. മലയാളികൾ പ്രത്യേകിച്ച് തെറ്റും ശരിയും പെട്ടെന്ന് മനസ്സിലാക്കുന്നവരാണ് മലയാളികൾ. നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം പറയണമെങ്കിൽ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയിൽ കൊറോണ എന്ന് പറയുന്ന ഒരു ഭീകരൻ എത്രമാത്രം നമ്മളെല്ലാം എന്താ പറയുക കാത്തിരിക്കുന്നു, എത്രമാത്രം നമ്മളെല്ലാം കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. പൊതുവായിട്ട് എൻ്റെ അടുത്ത് തുടങ്ങുന്നതിന് മുമ്പ് പ്രൊഡ്യൂസർ പറഞ്ഞൊരു കാര്യമുണ്ട്. നേരത്തെ ഞാൻ ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. കലാകാരന്മാർ എപ്പോഴും ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം വേണ്ടവരല്ല. നിങ്ങൾ കുറച്ച് ചിന്തകളും നല്ല ആശയങ്ങളും ജനങ്ങളിലേക്ക് പകർന്നു നൽകേണ്ടവരാണ്. ആ ഒരു ദിശാബോധത്തോടു കൂടി, ആ ഒരു നന്മ നമ്മൾ ചെയ്തു എന്നൊരു വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ചെറിയ ഈ ഒരു മിനുതാരത്തിൻ്റെ അല്ലേ രസകരമെന്ന് പറയാൻ പറ്റില്ല എങ്കിൽ അതിലേറെ അറിവുകൾ തരാൻ കഴിഞ്ഞു എന്നും പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ച് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും ഞങ്ങളുടെ ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് പകരാൻ കഴിഞ്ഞുവെങ്കിൽ ഞങ്ങൾ അത്രമേൽ സന്തോഷിക്കുന്നു, അത്രമേൽ കൃതാർത്ഥരാണ്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക, എല്ലാവരും എന്താ പറയുക മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക. നമ്മൾ കലാകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എപ്പോഴും ചിരിക്കാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവുക, നിങ്ങളെ ചിരിപ്പിക്കാൻ ഞങ്ങളും ഉണ്ടാവും എന്ന വിശ്വാസത്തോടു കൂടി ഈ ഒരു മനോഹരമായ എപ്പിസോഡ് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതിലും പുതുമയുള്ള ചിരിക്കുവാനും ചിന്തിക്കുവാനും ഉതകുന്ന ഒരു നല്ല വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും വിട. ടേക്ക് കെയർ ഫ്രം വിനീത്, വിജയൻ ആൻഡ് ബിനു പുത്തനങ്ങ.